ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജനുവരി 27 കൽത്തൂണിലെ കന്യക പരിശുദ്ധ മാതാവിനെക്കുറിച്ച് കൂടുതലായി നമ്മൾ അറിയുന്നു. അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവർ ലേഡി ഓഫ് ദ പില്ലർ 1699. കാസ്റ്റിനാസോ എന്ന ചെറിയ പട്ടണത്തിൽ ചെറിയ കപ്പേളയിൽ 1672 പെയിൻ്റ് ചെയ്ത ഒരു പടം തൂക്കിയിട്ടിരുന്നു. അത് സ്പെയിനിലെ സാരഗോസയിലെ കറുത്ത കന്യക എന്നറിയപ്പെടുന്ന പരിശുദ്ധ കന്യകാമാതാവിൻ്റെ തൂണിൽ നിൽക്കുന്ന ഒരു രൂപമാണ്. ഒപ്പം വിശുദ്ധ ജെയിംസും. 1699 ജനുവരി 27 മരിയ മാഡലീന അസറോണി പതിവനുസരിച്ചുള്ള പ്രാർത്ഥന ചെല്ലുവാൻ നിൽക്കാതെ ധൃതിയിൽ പള്ളിയുടെ അരികിലൂടെ പോവുകയായിരുന്നു. മരിയ മഡലീന, നീ മാതാവിനുള്ള ഭക്തി അവസാനിപ്പിച്ചോ എന്നൊരു ശബ്ദം കേട്ടു. അവൾ തരിച്ചുപോയി. മാതാവിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടുകൂടി നിന്നു. മാതാവ് ആ പെയിൻറ്റിങ്ങിൽ നിന്ന് ഇറങ്ങി വന്നു. അവളുടെ കൈ പിടിച്ച് എപ്പോഴും മാതാവിനോട് ഭക്തിയുള്ളവളായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. 4 വർഷങ്ങൾക്ക് ശേഷം തിരുസഭ ഈ അത്ഭുതം അംഗീകരിക്കുകയും അതിമനോഹരമായ ഒരു ദേവാലയം അവിടെ പണിയുകയും ചെയ്തു. പിന്നീട് മഡലീന ഒരു കോൺവെൻറ്റിൽ ചേർന്നു. നമുക്ക് പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ മാതൃഭക്തി കുറയുന്നുണ്ടോ? ജപമാല നമ്മൾ എല്ലാ ദിവസവും ചെല്ലാറുണ്ടോ? മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാറുണ്ടോ? നൊവേനയിൽ പങ്കെടുക്കാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും മാതൃഭക്തിയിൽ കുറവ് വരുന്നുണ്ടെങ്കിൽ നമുക്കിന്ന് തന്നെ അതിനുള്ള പരിഹാരം അർപ്പിച്ചുകൊണ്ട് ആ മാതൃഭക്തിയിൽ വളരുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവേ, അതിനുള്ള ശക്തി എനിക്ക് തരണമേ, ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് വിനയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക നിയോഗം ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വളരണമേ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.